അത് കരാറടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അതിനിപ്പോ മിക്കവാറും തലക്കേട് നടന്നിട്ടുണ്ടാവും. എങ്ങനെയായാലും നമുക്ക് തലവേദന ഉണ്ടാക്കാത്ത ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ. എന്തായാലും 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ രാമേട്ടൻ തിരിച്ചു വരികയും ചെയ്യും. ഇനി വരുന്നവൻ നമുക്ക് സ്വീകാര്യനല്ലെങ്കിൽ മറ്റൊരുത്തൻ. ഡെയിലി വേജസ് ആയതുകൊണ്ട് വരുന്ന ആളുമായിട്ട് ഇവിടെ ആർക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, നാളത്തെ മീറ്റിംഗ് എത്ര മണിക്കാണെന്ന് എന്നെ ഒന്ന് വിളിച്ചറിയിക്കണം. മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ, അത് രാവിലെ തന്നെ വിളിച്ചു പറയാം. ശരി, പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്നെ അറിയിക്കാം. ശരി മാഡം. എന്താ മോളെ? ഏയ്, അതത്ര കാര്യപ്പെട്ട കാര്യമൊന്നുമല്ല. രാമേട്ടന് ലീവ് വേണമെന്ന്. ആ ശാരദേ, മോക്ക് ചോറ് കൊടുക്കും. നീ ഇരിക്കെ, ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ. എന്താ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന? കഴിക്കും. ഇതുങ്ങള് രണ്ടും വെറുതെ ഇരിക്കുക. ദേ, സത്യാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. ആ, അതീ വന്ന് കഴിയുമ്പോഴുള്ള പലഹാരം കഴിക്കലും ഉണ്ടാ. ഇനിയൊന്നും കൊടുക്കണ്ട, നാളെ മുതൽ ചോറ് കഴിക്കാൻ നോക്കട്ടെ. ശാരദാമ്മേ മതി, എനിക്ക് മതി ശാരദാമ്മേ. എന്നാ മക്കള് പോയി കഴിക്കോ. ചെല്ല്, അവിടെ മുത്തശ്ശനുണ്ട്. പതുക്കെ ഇറങ്ങും. ഗോപാലേട്ടാ, ഇതാ പിള്ളേരെ അങ്ങോട്ട് വരുന്നുണ്ടേ. ആ, അമ്മയോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് വിഷ്ണുവേട്ടന്റെ കൂടെ സത്യാമ്മയുടെ അടുത്ത് ചെന്നപ്പോഴുള്ള കാര്യം. സത്യാമ്മ സ്നേഹത്തോടെ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. ആണോ? പിന്നെ അല്ലാതെ. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നമ്മേ. എന്നിട്ട് എന്നോട് കുടിക്കാൻ. ആഹാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. അതെ, എനിക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ സത്യാമ്മ എന്നോട് പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മോളെ. എല്ലാം കലങ്ങി തെളിയും. നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒന്നിച്ച് താമസിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇങ്ങനെയൊക്കെ അവർ കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോ ഈ കാണിക്കുന്ന ചിരിയിലും സ്നേഹത്തിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അതിലെന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അവരെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് അവര് മനഃപൂർവ്വം തോറ്റു തരുന്നതാണെങ്കിലോ? ഇനിയിപ്പോ ഒരു വഴക്കും വയ്യാവേലിയും ബഹളവും ഒന്നും വേണ്ടെന്ന് അവര് സ്വയം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ? എന്റെ ശാരദേ, പഴമക്കാർ പറയുന്ന ഒരു ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്ന്. ചിന്തിക്ക്. എന്നിട്ട് മോളെ അവര് കാണിക്കുന്ന കപട സ്നേഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്ക്.